എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. തുലാക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ശുക്രൻ മാസം തുടങ്ങുമ്പോൾ മിഥുനക്കൂറിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലി, വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. 7-ാം തീയതി മുതൽ തൊഴിൽ സ്ഥാനത്തിൽ ബുധൻ്റെ കൂടെ ചേർന്ന ശുക്രൻ സഞ്ചരിക്കുമ്പോൾ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും. ജോലിയിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രൊമോഷൻ ലഭിക്കും. കലാരംഗത്തുള്ളവർക്കും അനുകൂലമായ സമയമാണിത്. ചൊവ്വ മാസം തുടങ്ങുമ്പോൾ 7-ലാണ് സഞ്ചരിക്കുന്നത്. ഇത് വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾക്ക് അനുകൂലമായ ഗ്രഹനിലയാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. പക്ഷേ 12-ാം തീയതി ചൊവ്വ രാശി മാറിയതിനു ശേഷം നേരെ വിപരീതമായ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് വിവാഹാദി മംഗളകാര്യങ്ങളിൽ തടസ്സങ്ങളും വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ അനാവശ്യമായ വാക്തർക്കങ്ങളും ഉണ്ടാകും. അതേസമയം വിദ്യാകാരകനായ ബുധൻ്റെ സഞ്ചാരം അനുകൂലമായതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കും. പഠനം കഴിഞ്ഞവർക്ക് നല്ല ജോലിയും ലഭിക്കുന്നതാണ്. സൂര്യനും അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിക്കാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ജൂലൈ 2, 3, 4, 30, 31 ഈ തീയതികൾ ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറിൽ ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.